വീണ്ടും സ്വാഗതം 140 ബാറ്റിൽസിലേക്ക്. ഇനി നമ്മൾ വരുന്നത് മാനന്തവാടി മണ്ഡലത്തിലേക്കാണ്. വയനാട് ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽപ്പെട്ട സംവരണ മണ്ഡലമാണ് മാനന്തവാടി. അങ്ങോട്ടേക്കും LDF-ലേക്കും UDF-ലേക്കും മറിയാൻ സാധ്യതയുള്ള ഒരു സ്വിംഗ് മണ്ഡലം കൂടിയാണ് മാനന്തവാടി. 2011 ഇതിന് മുമ്പ് UDF മിനിസ്ട്രി വന്ന സമയത്ത് 12,000-ലധികം വോട്ടുകൾക്ക് PK ജയലക്ഷ്മി അവിടെ നിന്ന് ജയിച്ച് മന്ത്രിയായ ചരിത്രമുണ്ട്. പിന്നീട് OR കേളു വന്ന് ആ മണ്ഡലം അട്ടിമറിക്കുന്നു. എന്ന് വെച്ചാൽ 2016-ലും 2021-ലും OR കേളുവിലൂടെ LDF ആ മണ്ഡലം പിടിച്ചെടുക്കുന്നതും നിലനിർത്തുന്നതും നമ്മൾ കണ്ടു. ഇനി ഇക്കുറി 2026-ൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. സ്ഥാനാർത്ഥി ചിത്രം OR കേളു തന്നെയാണ്. 3-ാം ഊഴം LDF-ന് വേണ്ടി സിറ്റിംഗ് MLA നിലവിലെ മന്ത്രി. ഉഷാ വിജയൻ പുതുമുഖമാണ്. UDF-ന്റെ സ്ഥാനാർത്ഥിയായി ഇവിടെ മത്സരിക്കുന്നു. P ശ്യാംരാജാണ് NDA സ്ഥാനാർത്ഥി. എന്താണ് ഇക്കുറി സംഭവിക്കാൻ പോകുന്നത് മാനന്തവാടിയിൽ? മാനന്തവാടിയിൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് നോക്കൂ. ഇല്ല, ഒരു ശതമാനക്കണക്കിലേക്കും നമ്മൾ വരുന്നില്ല. പ്രവചനാതീതമായ മത്സരമാണ് മാനന്തവാടിയിൽ നടക്കുന്നത് എന്ന കണക്കുകൂട്ടലിലേക്ക്, അസംഷനിലേക്കാണ് 140 ബാറ്റിൽസ് എത്തുന്നത്. ആർക്കും ഒരു മേൽക്കൈയും നൽകാൻ കഴിയാത്ത വിധം പ്രവചനാതീതമായി മാറിയിരിക്കുന്നു മാനന്തവാടി മണ്ഡലത്തിന്റെ സ്വഭാവം. എന്തുകൊണ്ടാണ് മാനന്തവാടി മണ്ഡലം പ്രവചനാതീതമായി മാറുന്നത് എന്ന ചിത്രത്തിലേക്കാണ് ഇനി നമ്മൾ വരുന്നത്. അതിന്റെ കാര്യകാരണങ്ങളിലേക്ക് വിശദമായി വരുന്നു. അവിടുത്തെ പോളിംഗ് പെർസെൻറ്റേജിലേക്ക് വരാം. 2026-ലെ പോളിംഗ് ശതമാനം നോക്കൂ, 78.0%. 2021 അത് 78.21% എന്ന് വെച്ചാൽ 0.20% കുറവ് ഇക്കുറി അവിടെ സംഭവിച്ചിട്ടുണ്ട്. ഇനി രണ്ട് മുന്നണികളുടെയും അവകാശവാദങ്ങളിലേക്ക് വരാം. നോക്കൂ, LDF-ന് അവകാശവാദമോടെ 5000 മുതൽ 10,000 വരെ വോട്ടിന് ജയിക്കാൻ കഴിയും എന്ന വലിയ ആത്മവിശ്വാസം LDF പങ്കുവെക്കുമ്പോൾ UDF-ന്റെ അവകാശവാദം, UDF പറയുന്നത് 5000 മുതൽ 10,000 വരെ വോട്ടിന് ജയിക്കാൻ കഴിയുമെന്ന് UDF-ഉം പറയുന്നു. ഇനി അങ്ങനെ UDF-നും LDF-നും എന്തെല്ലാം അനുകൂല ഘടകങ്ങളുണ്ട് എന്നുള്ള കാര്യങ്ങളിലേക്ക് വരുമ്പോൾ LDF നോക്കൂ, വ്യക്തിപ്രഭാവം തന്നെയാണ്. നേരത്തെ ഏറ്റുമാനൂരിൽ VN വാസവൻ്റെത് പറഞ്ഞതുപോലെ OR കേളു ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം കേരളം മുഴുവൻ അലയടിച്ചാൽ, വയനാട് മുഴുവൻ അലയടിച്ചാലും അതിനെ തടുത്തു നിർത്താൻ കെൽപ്പുള്ള വ്യക്തിപ്രഭാവം അവിടെ OR കേളുവിനുണ്ട് എന്നുള്ളതാണ് LDF ക്യാമ്പ് പറയുന്നത്. ഒപ്പം വികസന നേട്ടങ്ങൾ കഴിഞ്ഞ 10 വർഷമായി LDF ഭരണകാലത്ത് നടപ്പാക്കിയ വികസന നേട്ടങ്ങൾ തനിക്ക് ഗുണമായി മാറും എന്ന ഒരു കണക്കുകൂട്ടലും അവിടെ OR കേളുവും ഒപ്പം LDF-ഉം പങ്കുവെക്കുന്നു. ഇനി UDF ക്യാമ്പിൽ എന്താണ് അനുകൂല ഘടകങ്ങൾ? ഭിന്നതയിൽ രമ്യത എന്ന് വെച്ചാൽ കഴിഞ്ഞ ഒരു PK ജയലക്ഷ്മി മത്സരിച്ച സമയത്ത് ലീഗിന്റെ വോട്ടുകൾ മുഴുവനായി, എന്ന് വെച്ചാൽ UDF വോട്ടുകൾ വലിയ വിള്ളലുണ്ടായി, ലീഗ് വോട്ടുകൾ മുഴുവനായി PK ജയലക്ഷ്മിക്ക് പോൾ ചെയ്തില്ല എന്നൊരു വിലയിരുത്തൽ UDF ക്യാമ്പിനകത്ത് തന്നെ കഴിഞ്ഞുകൂടി ഉണ്ടായിരുന്നു. അത് ഇക്കുറി ഉണ്ടാവില്ല. ഇപ്പോൾ ലീഗ് കൂടി മുന്നോട്ട് വെച്ച ലീഗിന്റെ കൂടി സജഷനായിരുന്നു ഉഷാ വിജയൻ എന്ന് വിലയിരുത്തൽ വരുന്നു. അങ്ങനെയെങ്കിൽ ഭിന്നത പൂർണ്ണമായും പരിഹരിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തദ്ദേശത്തിലെ മേൽക്കൈ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ മേൽക്കൈ ആ മണ്ഡലത്തിലുണ്ടായി. ആ മേൽക്കൈ നിലനിർത്താൻ കഴിയുമെന്ന് UDF കണക്ക് കൂട്ടുകയാണ്. ഇനി കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ നോക്കൂ. 2024-ലെ ബൈ ഇലക്ഷനിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം അവിടെയുണ്ട്. ഇനി 2025-ലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ മൊത്തം 6 ലോക്കൽ ബോഡികൾ, തദ്ദേശ സ്ഥാപനങ്ങളാണ് മാനന്തവാടി അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് കീഴിലുള്ളത്. അതിൽ 6-ൽ 5 സ്ഥാപനങ്ങളും 6-ൽ 5 പഞ്ചായത്തുകളും നിലവിൽ UDF-നൊപ്പം തന്നെയാണ്. അപ്പോൾ ആ മേൽക്കൈ തുടരാൻ കഴിയും എന്ന പ്രതീക്ഷ അവിടെ UDF ക്യാമ്പും ഒപ്പം ഉഷാ വിജയനും പങ്കുവെക്കുകയാണ്. ഞങ്ങളുടെ പ്രതിനിധി ഫൈസൽ നെടുമ്പാലയിലേക്ക്. ഫൈസൽ, ഒരുപക്ഷെ ഇഞ്ചോടിഞ്ച് പോരാട്ടം, പ്രവചനാതീതമായ മത്സരം നടക്കുന്ന കേരളത്തിലെ തന്നെ ശ്രദ്ധേയമായ മണ്ഡലമായി മാനന്തവാടി എന്തുകൊണ്ടാണ് മാറുന്നത്? ഒരുപക്ഷെ OR കേളു എളുപ്പത്തിൽ ജയിച്ചു പോകാൻ കഴിയുമെന്ന് തെരഞ്ഞെടുപ്പിന് മുൻപ് കണക്ക് കൂട്ടിയ ഒരു മണ്ഡലം കൂടിയാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നത് ഫൈസൽ? സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ മാനന്തവാടി മണ്ഡലത്തിൽ ഇത്തവണ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് പ്രവചനാതീതം തന്നെയാണ്. നേരത്തെ സൈഫു സൂചിപ്പിച്ചതുപോലെ തന്നെ OR കേളു എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ 10 വർഷമായി മണ്ഡലത്തിൽ MLA ആണ്, ഇപ്പോൾ മന്ത്രിയാണ്. ആ MLA OR കേളുവിനുള്ള ഒരു വ്യക്തിപ്രഭാവമുണ്ട്. ആ വ്യക്തിപ്രഭാവം കൃത്യമായിക്കൊണ്ട് LDF-ന് ഗുണം ചെയ്യുമെന്നുള്ള ഒരു വിലയിരുത്തൽ തന്നെയാണ് LDF-നുള്ളത്. രാഷ്ട്രീയപരമായി നോക്കിക്കഴിഞ്ഞാൽ UDF-ന്റെ ഉറച്ച കോട്ടയാണ് മാനന്തവാടി മണ്ഡലം എന്ന് പറയുന്നത്. ആ ഉറച്ച കോട്ടയിലാണ് OR കേളു വിജയിച്ചു വരുന്നത്. അതിന്റെ ഏറ്റവും പ്രധാനമായി നമ്മൾ നേരത്തെ സൈഫ് സൂചിപ്പിച്ചതുപോലെ തന്നെ UDF-നകത്തുണ്ടായിരുന്ന പടലപ്പിണക്കങ്ങൾ തന്നെയാണ് അതിന് കാരണം. രാഷ്ട്രീയപരമായി അവിടുന്ന് ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഉപതെരഞ്ഞെടുപ്പുകളായാലും മറ്റ് തെരഞ്ഞെടുപ്പുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ UDF-ന് മാനന്തവാടിയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തവണ PK ജയലക്ഷ്മി ആയിരുന്നു അവിടെ സ്ഥാനാർത്ഥി. PK ജയലക്ഷ്മി തന്നെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പൊതുയോഗത്തിൽ പരസ്യമായി കൊണ്ട് തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ടായി. കൂടെ നിന്ന് പലരും തന്നെ ചതിച്ചു എന്ന് ഓപ്പണായി പറയുന്ന ഒരു സാഹചര്യം അവരൊക്കെ നമ്മൾ വ്യക്തമായി കേട്ടതാണ്. എന്നാൽ
ഇത്തവണ അത് ഉണ്ടാകില്ല, ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു എന്നുള്ളതാണ് UDF മുന്നോട്ട് വെക്കുന്ന ആത്മവിശ്വാസം. LDF മറ്റു കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. കാരണം കഴിഞ്ഞ 10 വർഷമായി മാനന്തവാടി മണ്ഡലത്തിൽ ഉണ്ടായ ചില മാറ്റങ്ങളുണ്ട്. റോഡുകളുണ്ട്, പാലങ്ങളുണ്ട്, മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ മാനന്തവാടി മണ്ഡലത്തിൽ കൊണ്ടുവരാനായത് മുന്നേറ്റം ചെയ്യും. അതുമാത്രമല്ല, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, പാർട്ടിക്ക് അതീതമായിക്കൊണ്ട് OR കേളുവിന് കൃത്യമായി വോട്ട് ചെയ്യാൻ മാനന്തവാടിക്കാർ തയ്യാറായി എന്നുള്ള വിലയിരുത്തൽ കൂടി LDF നടത്തുന്നുണ്ട്. മറുപക്ഷത്തെ UDFന്റെ ഒരു കണക്കെടുത്തു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വിജയം തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. 6 പഞ്ചായത്തുകളാണ് മാനന്തവാടി മണ്ഡലത്തിലുള്ളത്. ഈ 6 പഞ്ചായത്തിൽ 5 പഞ്ചായത്തിലും വ്യക്തമായി വിജയിക്കാൻ UDFന്, ഈ 6ാമത്തെ പഞ്ചായത്ത് എന്ന് പറയുന്നത് തിരുനെല്ലി പഞ്ചായത്താണ്. ആ പഞ്ചായത്ത് കഴിഞ്ഞ തവണ പ്രതിപക്ഷം പോലും ഇല്ലാതെ LDF ഭരിച്ച ഒരു പഞ്ചായത്താണ്. ആ പഞ്ചായത്തിൽ പോലും UDFന് മേൽക്കൈ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവിടെ 2 സീറ്റുകളിൽ UDFന് വിജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. 2 ബ്ലോക്ക് പഞ്ചായത്തുകളാണുള്ളത്. ഈ 2 ബ്ലോക്ക് പഞ്ചായത്തുകളും UDFന് വ്യക്തമായ ഭൂരിപക്ഷം കിട്ടിയ ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. ഒരു നഗരസഭയാണുള്ളത്. ഈ നഗരസഭയും UDFനൊപ്പം നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് UDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം. അത് മാത്രമല്ല, ഈ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ചികിത്സാ പിഴവ് ഉൾപ്പെടെ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുകൊണ്ട് ചികിത്സാ പിഴവ് ഉൾപ്പെടെ മെഡിക്കൽ കോളേജ് റിപ്പോർട്ട് ചെയ്തു. അതെല്ലാം ഇടതുപക്ഷത്തിന് എതിരായിക്കൊണ്ട് ഒരു വോട്ട് ഈ മാനന്തവാടി മണ്ഡലത്തിൽ ഉണ്ടാകുമെന്നുള്ള ഒരു വിലയിരുത്തലാണ് UDF ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇരു മുന്നണികളും 5000 മുതൽ 10000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ കൃത്യമായി വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇപ്പോഴും പങ്കുവെക്കുന്നത്. യെസ് ഫൈസൽ, കൃത്യമാണ്. എന്ന് വെച്ചാൽ UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ അത്രയും തിരുനെല്ലി പഞ്ചായത്ത് തിരിച്ചുപിടിച്ചു കാലങ്ങൾക്ക് ശേഷം ഒരേ ഒരു നഗരസഭ, അത് UDFന്റെ കയ്യിലാണ്. ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ UDFന്റെ കയ്യിലാണ്. ബ്ലോക്ക് ഡിവിഷനുകൾ മുഴുവൻ UDFന്റെ കയ്യിലാണ്. മൊത്തം 6 പഞ്ചായത്തുകളിൽ 5ഉം UDFന്റെ കയ്യിലാണ്. അപ്പോൾ തദ്ദേശത്തിലെ വലിയ മേൽക്കായി തുടരാൻ കഴിയും എന്ന് UDF കണക്ക് കൂട്ടുമ്പോൾ ഏത് തരത്തിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ടായാലും MLA വിരുദ്ധ വികാരമുണ്ടായാലും എല്ലാം തടുത്തു നിർത്താൻ കൽപ്പുള്ള രാഷ്ട്രീയാതീതമായ വലിയ പിന്തുണയുള്ള ഒരു നേതാവാണ് OR കേളു. അതുകൊണ്ട് എല്ലാറ്റിനെയും മറികടക്കാൻ അദ്ദേഹത്തിന് കഴിയും എന്ന പ്രതീക്ഷയും ആത്മവിശ്വാസവും അവിടെ LDFും പങ്കുവെക്കുമ്പോൾ പ്രവചനാതീതമായ മത്സരമായി മാനന്തവാടി മാറുകയാണ്. വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ നമുക്ക് മാനന്തവാടിയുടെ ഫലം അറിയാൻ കഴിയൂ. അങ്ങനെ 2 മണ്ഡലങ്ങളാണ് ഇന്ന് നമ്മൾ പരിശോധിച്ചത്. ഇനി പുതിയ 2 മണ്ഡലങ്ങളുമായി നാളെ ഇതേ സമയം വീണ്ടും കാണാം.